ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്ന കേരളത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ഞെട്ടിയിരിക്കുകയാണ് ഇടതുമുന്നണി. 13 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ അവർ പരാജയപ്പെടുമെന്ന് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെന്റിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ 4 മന്ത്രിമാരുടെ മണ്ഡലങ്ങളിൽ മത്സരം പ്രവചിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന ഭരണത്തെ പിടിച്ചുകുലുക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗം തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപ് ഇത്തരമൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് ഈ റിപ്പോർട്ട് എത്തിയിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. അതിൽ പ്രധാനമായും പറയുന്ന മന്ത്രിമാർ ഇവരൊക്കെയാണ്. നമുക്കറിയാം, കണ്ണൂരിൽ നിന്നുള്ള രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഏലത്തൂരിൽ നിന്നുള്ള ശശീന്ദ്രനും അതുപോലെ ചിറ്റൂരിൽ നിന്നുള്ള കൃഷ്ണൻകുട്ടിയും പ്രായാധിക്യം കൊണ്ട് തന്നെ അവരുടെ ഭരണത്തിൽ ശക്തി കാട്ടുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ആ 3 പേർക്ക് പുറമെ മാനന്തവാടിയിൽ OR കേളുവും അതുപോലെ തൃത്താലയിലുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ ഒരാളായ MP രാജേഷും ഇരിഞ്ഞാലക്കുടയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും കളമശ്ശേരിയിലെ വ്യാവസായിക മന്ത്രി P രാജീവും അതുപോലെ ചെങ്ങന്നൂരിലെ സജി ചെറിയാനും ചടയമംഗലത്ത് ചിഞ്ചുറാണിയും പത്തനാപുരത്ത് KB ഗണേഷ് കുമാറും ആറന്മുളയിൽ വിവാദ നായികയായി നിൽക്കുന്ന വീണ ജോർജും നേമത്ത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും പരാജയപ്പെടുമെന്നാണ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് പറയുന്നത്. ഇവർക്ക് പുറമെ ഏറ്റവും ശക്തമായ മത്സരം നടക്കാൻ പോകുന്ന ബേപ്പൂരിൽ മുഖ്യമന്ത്രിയുടെ മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ മുഹമ്മദ് റിയാസും അതുപോലെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ കൊട്ടാരക്കരയിലും ഏറ്റുമാനൂരിൽ VN വാസവനും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും ഇതുപോലെ തന്നെ പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധികൾ നേരിടുന്നു എന്നാണ് അറിയുന്നത്. നിലവിലുള്ള മന്ത്രിമാരിൽ കൃഷ്ണൻകുട്ടി മാത്രമാണ് മത്സരരംഗത്തുണ്ടാവില്ല എന്ന് ഇപ്പോൾ സ്വയം തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ചിറ്റൂരും LDFന് നഷ്ടപ്പെടും എന്നാണ് റിപ്പോർട്ടിലുള്ളത്. അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ എന്ന് വ്യക്തമാകുമ്പോൾ ആ നാടിൻ്റെ ജനകീയനായ ഒരു മുഖമാണ് അദ്ദേഹം. മുനിസിപ്പാലിറ്റി ചെയർമാനായി നിൽക്കുന്ന സുമേഷ് അച്യുതന് വിജയസാധ്യത കൂടുതൽ കാണുകയും ചെയ്യുന്നു. കടന്നപ്പള്ളി രാമചന്ദ്രൻ, ശശീന്ദ്രൻ, സജി ചെറിയാൻ എന്നിവർക്കെതിരെ ജനവികാരം അതിശക്തമാണ് എന്നും ഇന്റലിജൻസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. പരമ്പരാഗത UDF മണ്ഡലമായതിനാൽ കളമശ്ശേരിയിൽ P രാജീവിന് വീണ്ടും ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഗണേഷ് കുമാറിനും വീണ ജോർജിനും മുൻകാലങ്ങളിൽ ലഭിച്ച സാമുദായിക പിന്തുണ അടക്കം ഇത്തവണ കിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ നേമത്ത് ശിവൻകുട്ടി പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. BJPയുടെ അതിശക്തമായ മുന്നേറ്റമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ശിവൻകുട്ടിയുടെ നേമം. അതുപോലെ തന്നെ സുരക്ഷിത മണ്ഡലമായി കരുതിയിരുന്ന ബേപ്പൂരിലും സ്ഥിതി വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ്. അവിടെ PV അൻവർ മത്സരിക്കാൻ എത്തുന്നതോടെ ആ പരമ്പരാഗത CPM മണ്ഡലം ഒന്ന് ആടിത്തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇടുക്കിയിലെ റോഷി അഗസ്റ്റിനും ഏറ്റുമാനൂരിലെ വാസവനും ക്രൈസ്തവ സഭകളുടെ ഉൾപ്പെടെ എതിർപ്പ് നേരിടുന്നതായിട്ടാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഐഷ പോറ്റിയുടെ വരവോടുകൂടിയാണ് കൊട്ടാരക്കരയിൽ UDF മുന്നേറ്റം നടത്തുന്നതും പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ മാറിയതും. പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ഇതൊക്കെ കണ്ടെത്തിക്കഴിഞ്ഞു. മറ്റൊന്ന്, തൃശൂർ കോർപ്പറേഷനിൽ UDF നേടിയ മികച്ച വിജയം മന്ത്രി രാജൻ്റെ ഒല്ലൂർ മണ്ഡലത്തെയും ബാധിക്കാമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അങ്ങനെ മന്ത്രിമാർ കൂട്ടത്തോൽവി നേരിടുന്നൊരു സാഹചര്യം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തപ്പെട്ടത്. AK ശശീന്ദ്രനെതിരെ നിലവിൽ പാർട്ടിക്കുള്ളിലും മുന്നണിയിലുമൊക്കെ വലിയ പടയൊരുക്കം നടത്തുന്നുണ്ട്, അത് വേറെ. അതുപോലെ തന്നെ പ്രായാധിക്യം മൂലം കടന്നപ്പള്ളി മാറി നിൽക്കണമെന്നൊരു വികാരവും മുന്നണിയിലുണ്ട്. പക്ഷേ അതിന് പകരം ഒരു കണ്ണൂരിൽ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ LDFന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനിടയിലാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ സർവേ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കപ്പെട്ടത്. സത്യത്തിൽ മന്ത്രിമാർ തോൽക്കും എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഭരണം പരാജയമെന്നുറപ്പിക്കുകയാണ് കേരളം.